ഹലോ ഗൈസ്, ഞാൻ അൽജോ അൽജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന മൂവിയുടെ ഒരു റിവ്യൂ ആയിട്ടാണ്. 2019 ലൂസിഫർ റിലീസായ സമയം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ അത് കഴിഞ്ഞ് എമ്പുരാൻ ചെയ്യുമെന്നുള്ള ആ ഒരു പ്രഖ്യാപനമൊക്കെ വന്ന സമയം തൊട്ട് ഒത്തിരി ഞാൻ വെയിറ്റ് ചെയ്യുന്നിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന മൂവിയുടെ അതൊന്ന് കാണാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഇന്ന് റിലീസായ ദിവസമാണ് മാർച്ച് 27 രാവിലെ തന്നെ ഞാൻ ആ മൂവിക്ക് പോയി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില എൻ്റേതായിട്ടുള്ളൊരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫീഡ്ബാക്കാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്തൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന് ഒരിക്കലും ഒരു റിവ്യൂ ആയിട്ടും കൂട്ടണ്ട. ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ എൻ്റേതായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു ഒപ്പീനിയൻ അത് ഞാനിന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആക്ച്വലി സിനിമ ചെന്ന് കാണാനിരുന്നപ്പോൾ തന്നെ ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, നമ്മുടെ ഇവിടെ ലൂസിഫർ എന്ന് പറയുന്ന ഒരു മൂവിയുടെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്കറിയാം, പൃഥ്വിരാജ് ഇതിനു മുമ്പ് 2 സിനിമകൾ ഈ പറഞ്ഞ ലൂസിഫർ, ബൊറോഡാഡി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 മൂവീസ് എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അത് ലൂസിഫറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കണ്ടന്റ്, റിപ്പീറ്റ് വാല്യൂ വാച്ച്, അതായത് നമുക്ക് പലതവണ കാണാനുള്ള വാല്യൂ ഉള്ളൊരു മൂവി തന്നെയാണ് ലൂസിഫർ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ സിനിമയ്ക്ക് പോയത്. പക്ഷേ എന്നെ നല്ല രീതിയിൽ ആ ഒരു പ്രതീക്ഷ, ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് എനിക്ക് കിട്ടിയത് എന്നുള്ളതാണ്. റിപ്പീറ്റ് വാല്യൂ വാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുമ്പം റിപ്പീറ്റ് വാല്യൂ വാച്ച് ഒന്നുമില്ല. ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ് എമ്പുരാൻ. എന്നാൽ ഇതിനകത്ത് ചില എടുത്തു പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് മ്യൂസിക് വൈസ് നമ്മൾ നോക്കുമ്പോൾ മ്യൂസിക് വൈസ് എല്ലാം നല്ലതാണ്. അതേപോലെ തന്നെ ഡയറക്ഷൻ നോക്കുന്ന സമയത്തും ഓക്കെ, ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇറങ്ങുന്ന മറ്റേതൊരു മലയാള സിനിമകളെക്കാളും അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ കിടപിടിക്കാൻ കഴിവുള്ള തരത്തിലുള്ള ഒരു സിനിമയാണ്. പക്ഷേ ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ബെഞ്ച് മാർക്കിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് ചില പോരായ്മകൾ തോന്നുന്നത്. ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഇത് ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇതൊരു പാൻ ഇന്ത്യ ലെവലിലുള്ള ഒരു കോണ്ടന്റ് ആണെന്നുള്ളത്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന ഏതൊരു മലയാള സിനിമയെ പോലെ മലയാളികൾക്ക് ആസ്വദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ചിത്രം തന്നെയാണിത്. മോശമായിട്ടൊന്നുമില്ല. ഞാൻ ഇന്ന് 200 രൂപയുടെ ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആ 200 രൂപയ്ക്കുള്ള ടിക്കറ്റിനുള്ള മൂല്യം ആ സിനിമയ്ക്ക് അത് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരിക്കലും നഷ്ടം തോന്നത്തില്ല, അനാവശ്യമായിട്ട് ലാഗ് ഫീൽ ചെയ്യത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ലൂസിഫറും എമ്പുരാനും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലൂസിഫറിൻ്റെ ഒരു തട്ട് മുകളിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇനി ആരും തെറി വിളിക്കാനോ ഇതിന് മോശം പറയാനോ ഒന്നും നിൽക്കരുത്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യമാണ്, ഇതിനകത്ത് മോഹൻലാലിന് അധികം ഡയലോഗോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷേ ഡയലോഗ് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ലാലേട്ടൻ്റെ സൈഡിൽ നിന്ന് ആ പഴയ ഒരു ലാലേട്ടനെ നമ്മൾ ഒത്തിരി വർഷമായിട്ട് കാണുന്ന അല്ലേ, എനിക്കും പേഴ്സണലി ഒത്തിരി ഇഷ്ടമാണ്. ഈ പറഞ്ഞ മമ്മൂക്കയും ലാലേട്ടനെയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾമോസ്റ്റ് ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും തിയേറ്ററിൽ പോയി കാണുന്ന ഒരാൾ തന്നെയാണ്. നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ സിനിമ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാനും ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ സിനിമയിൽ ആ പഴയ മോഹൻലാലിൻ്റെ ആ ഒരു ചാമായിട്ടുള്ള ആ ഒരു നല്ലൊരു ഫേഷ്യൽ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഒരു പരിധി വരെ കിട്ടാതെ പോയി എന്നെനിക്ക് തോന്നി. അതായത് ഈവൻ ഇതിനകത്ത് ചില സീനുകളൊക്കെ നമ്മുടെ ഗോവർദ്ധനുമായിട്ട് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇതൊരു സ്പോയിലറായിട്ട് കൂട്ടണ്ട, ജസ്റ്റ് ഞാനൊരു സീൻ മാത്രമാണ് പറയുന്നത്. അത് എന്തുകൊണ്ട് കാണുന്നു, എങ്ങനെ കാണുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു സീനിലൊക്കെ ആക്ച്വലി വന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് എന്നൊക്കെ പറയുമ്പം എനിക്ക് ഒട്ടും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. നമ്മളിപ്പോൾ ഇത്രയും അഭിനയത്തിൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റ് ആക്ടർ എന്നാണ് മോളിയെ പറയുന്നത് അല്ലേ, മോഹൻലാലിനെ. അങ്ങനെയുള്ള ഒരാളുടെ അടുത്തുനിന്ന് ഇതിനകത്ത് നമുക്ക് ആ എക്സ്പ്രഷൻസും സംസാരത്തിലുള്ള ആ മോഡുലേഷനും കാര്യങ്ങളും കിട്ടാതെ പോയതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്നാൽ ഇനി പൃഥ്വിരാജിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഓക്കെ എബോവ് ആവറേജ് ആണ്. എന്നാൽ ഒരു നല്ല എക്സെപ്ഷണൽ കേസിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഒരു വാവ് ഫാക്ടറിൻ്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്തും നമുക്ക് അത്ര വലിയൊരു അങ്ങനെ ഒരു നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന സീനുകൾ ഇല്ല എന്നല്ല, ഉണ്ട്. ചില സെലക്റ്റീവായിട്ട് 2-3 സ്ഥലങ്ങളിലതുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളെ അങ്ങനെ ഫുള്ളി എൻഗേജിങ് ആയിട്ട് നിർത്തി നമ്മളൊരു KGF 1 അല്ലെങ്കിൽ KGF 2 ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ കൽക്കി എന്ന് പറയുന്ന മൂവിയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു വാവ് ഫാക്ടർ ഉണ്ട്. ആ വാവ് ഫാക്ടർ ഇതിനകത്ത് കിട്ടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി മോഹൻലാലിൻ്റെ നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ വന്ന സമയത്തൊക്കെ സൂപ്പറായിരുന്നു, ആ ഒരു സീനൊക്കെ നല്ലതായിരുന്നു. അതേപോലെ തന്നെ പിന്നീട് പല സമയങ്ങളിലും നമുക്ക് അത് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ത്രൂ ഔട്ട് നമ്മുടെ മൂവി നോക്കുന്ന സമയത്ത് പല സ്ഥലത്തും ആ ഒരു നമുക്ക് ആ ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എവിടെയൊക്കെയോ ഒരു നഷ്ടബോധം, അതേപോലെ തന്നെ ഒരു പെട്ടെന്ന് കൊണ്ടുപോയി നിർത്തിയ ഒരു ഫീല്, ഇങ്ങനെയൊക്കെ തോന്നും. 3 മണിക്കൂറോളം അടുത്ത സിനിമ ഉണ്ട്, ഒക്കെ ശരി. എന്നിരുന്നാൽ പോലും അവസാനം വന്ന് നിൽക്കുന്ന സമയത്തൊക്കെ, ആ സിനിമ തീരുന്ന സമയത്തൊക്കെ നമുക്ക് അത്രയൊരു സാറ്റിസ്ഫാക്ടറി ആണോ എന്ന് എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്ന് നിങ്ങൾ പറയുക എന്ന് പറഞ്ഞ് സിനിമ ഒരിക്കലും മോശമല്ല. ഒത്തിരി നല്ല സീനുകൾ ഉണ്ടായിരുന്നു.
അതേപോലെ തന്നെ സിനിമ നമുക്ക് വൺ ടൈം ഡെഫിനറ്റ്ലി നമുക്ക് തിയേറ്ററിൽ പോയി തന്നെ കാണാനുള്ള വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷേ നിങ്ങളൊരു വലിയ ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഇതിന് പോകാതിരിക്കുക. ഇന്ന് തന്നെ നല്ലൊരു ശതമാനം, ഇത് റെക്കോർഡ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് 24 മണിക്കൂർ കൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത സിനിമയോ മറ്റോ ആണ് ലൂസിഫർ, എമ്പുരാൻ അല്ലേ. അപ്പോൾ അങ്ങനെ അത്രയും ആളുകൾ ഒന്നിച്ച് തിയേറ്ററിൽ കയറുന്നതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം നല്ലൊരു സിനിമ പ്രേമികളായിട്ടുള്ള ആളുകളെല്ലാം ഇന്ന് തന്നെ മാക്സിമം ഈ സിനിമ കാണാൻ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇനി മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിലും ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ച് പോകാതെ ഓക്കെ ഒരു നല്ല മലയാള സിനിമ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ പോയാൽ ഓക്കെ ശരി, നമ്മളെ നിരാശപ്പെടുത്തത്തില്ല. എന്നാൽ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ അത്യാവശ്യം ഒരു എബോവ് ആവറേജ് നിലവാരത്തിലും അധികം നമ്മൾ എക്സ്പെക്റ്റേഷൻ വെച്ച് ഇതെന്തോ വലിയ സംഭവമാണെന്നൊന്നും വിചാരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് ഈ മൂവിയിൽ നിന്ന് കിട്ടത്തില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നതാണ് ഇനി നിങ്ങൾക്ക് മാറാം. ഇങ്ങനെ ഓരോരുത്തരുടെയും കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിൽ ഓരോ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങിയ സമയത്ത് കുറേ പേരുടെ ഒപ്പീനിയൻസ് കിടക്കുന്നത് കണ്ടു. എല്ലാവരും മിക്ക ആളുകളും പറയുന്നത് ലൂസിഫറിൻ്റെ അത്രയും ഒരു ഫീൽ കിട്ടുന്നില്ല എന്നാണ് പലരും പറയുന്നത്. അതുതന്നെയാണ് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഞാനൊരു ലൂസിഫറിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടെ മുകളിൽ പ്രതീക്ഷിച്ച് പോയിട്ട് അത്രയും കിട്ടാതെ വന്നു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് സിനിമ ഇപ്പോൾ ഹോളിവുഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് മാർവലിൻ്റെ ആ യൂണിവേഴ്സ് സൃഷ്ടിച്ച ആ ഒരു സമയത്തൊക്കെ ചില സിനിമകൾ ഇൻഡിവിജ്വലായിട്ട് വരുന്ന സിനിമകളിലൊന്നും നമുക്ക് ആ വൗ ഫാക്ടർ കിട്ടാറില്ല. പക്ഷേ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ലാസ്റ്റ് ഒരു മൂവി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. മൂവിയിൽ കംപ്ലീറ്റ്ലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ലൂസിഫർ ഫ്രാഞ്ചൈസി അല്ല, ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ പല സിനിമകൾ ഇപ്പോൾ വരാനുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ആ വേൾഡ് ബിൽഡ് ചെയ്തെടുക്കാനുള്ള ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാണും. അതിൻ്റെ മേ ബി ഉണ്ടാവാം ഈ സിനിമയ്ക്കകത്ത്. ഞാൻ ഒരിക്കലും മോശമല്ല പറയുന്നത് കേട്ടോ. ആരും ഈ സിനിമ കാണരുത് അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണരുത്, കാണാൻ കൊള്ളത്തില്ല എന്നൊന്നും അല്ല പറയുന്നത്. ഓക്കെ, സംതിങ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന സാധനം കിട്ടിയില്ല എന്നോ, അതായത് എക്സ്പെക്റ്റേഷൻ്റെ അത്രയും മീറ്റ് ചെയ്തില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. സിനിമ ഓക്കെ, അൾട്ടിമേറ്റ്ലി ഓക്കെ ആണ്. പക്ഷേ ചില സീനുകളും ചില കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നി, അത്രേ ഉള്ളൂ. ലൂസിഫറിലൊക്കെ കാണിക്കുന്ന ചില അതേ സീനുകൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇതിനകത്ത് ഒന്നുകൂടെ കാണിച്ചിട്ടുണ്ട്. അതേ സീനുകൾ തന്നെ ഈ വന്ന ഒരു 5-6 വർഷത്തിനിടയിൽ നമ്മുടെ അതേ അന്നത്തെ ലാലേട്ടൻ തന്നെ ഇന്ന് ചെയ്തപ്പം തന്നെ അതിനകത്ത് ഭയങ്കര വ്യത്യാസം വന്നു. അപ്പം നമുക്ക് ആ ഒരു ചാമായിട്ടുള്ള ലാലേട്ടനെ നമുക്ക് എവിടെയൊക്കെയോ മിസ്സായി എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. ഇനി ലൂസിഫർ ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടിരുന്ന ആ ഒരു വേൾഡുണ്ട്. അടുത്ത ഇനി എമ്പുരാൻ്റെ 3 വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ലൂസിഫർ 3 വരുന്ന ആ സമയത്ത് ഇത് ബെറ്റർ ആവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിലും അടിപൊളിയാവാനാണ് ചാൻസ്. ഇപ്പോൾ ആ വേൾഡ് ബിൽഡ് ചെയ്യാനും ഈ ഓരോരുത്തരുടെയും കഥ എന്താണെന്നും അവരാരാണെന്നും എല്ലാം എടുത്തു കാണിക്കുന്ന ഒരു സിനിമയാണല്ലോ. സോ അതുകൊണ്ട് മേ ബി അതുകൊണ്ടാവാം കുറച്ചൊക്കെ ആ ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത്. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്ന സമയത്ത് ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട്, നീ എത്ര മാർക്ക് അല്ലെ എത്ര പോയിൻറ്റ്സ് ഈ സിനിമയ്ക്ക് കൊടുക്കും? എൻ്റെ സൈഡിൽ ഞാൻ കമ്പയർ ചെയ്ത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഞാൻ ലൂസിഫറിന് ഒരു 90 മാർക്ക്, ഔട്ട് ഓഫ് 100 ഒരു 90 മാർക്ക് കൊടുക്കാവുന്നൊരു മൂവിയാണ് ലൂസിഫർ. അല്ലെങ്കിൽ 90ക്ക് മുകളിലും കൊടുക്കാം. പക്ഷേ എമ്പുരാനിലേക്ക് വരുമ്പോൾ ഞാനൊരു 78 തൊട്ട് ഒരു 82 ആ ഒരു റേഞ്ചിലുള്ള ഒരു പോയിൻറ്റ്സേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഒരു 78 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മൾ 90ക്ക് മുകളിൽ കൊടുക്കാനായിട്ട് ലൂസിഫറിന് ഇരിക്കുമ്പോഴാണ് ഇവിടെ 78 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ചില ആളുകളുടെയൊക്കെ പെർഫോമൻസ് സൂപ്പറായിരുന്നു കേട്ടോ. ഇതിനകത്ത് ടോവിനോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മഞ്ജു വാര്യറും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ റോൾ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇവരെല്ലാം നമ്മൾ ഈ ലാലേട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോഴും ഇവരുടെ എല്ലാം കാര്യം, അതേപോലെ തന്നെ ബൈജു ചേട്ടൻ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഒരു ഹിന്ദി ആക്ടർ ഉണ്ടായിരുന്നു വില്ലനായിട്ട് വന്നത്. സോ അപ്പോൾ ആളുടെ അതും സൂപ്പറായിരുന്നു. ആളും ഏകദേശം നന്നായിട്ട് തന്നെ, ആ കൂട്ടത്തിൽ തന്നെ വേറൊരാളും കൂടെ, ആളുടെ പേര് എനിക്കറിയത്തില്ല, ഹിന്ദി ആക്ടറാണെന്ന് തോന്നുന്നു, ആളും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു അഭിനയത്തിൻ്റെ തരത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഓക്കെ, എല്ലാം ഓക്കെ. ഇന്ദ്രിത്ത് എക്സാക്റ്റ് സെയിം ആയിരുന്നു. അതായത് ലൂസിഫറിൽ എന്തായിരുന്നോ അതേ സാധനം, അതേ ക്യാരക്ടർ, അതേ ആളായിട്ട് വീണ്ടും ഡെലിവർ ചെയ്യാനായിട്ട് ഇന്ദ്രിയത്തിന് സാധിച്ചിട്ടുണ്ട്. സോ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം സ്വാഭാവികമായിട്ടും ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു ഓക്കെ മൂവി, എബോ ആവറേജ് മാർക്ക് കൊടുക്കാവുന്ന, അല്ലെ എബോ ആവറേജ് പോയിൻറ്റ്സ് ഉള്ള, ഒരു തവണ തിയേറ്ററിൽ പോയി വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു മൂവി തന്നെയാണ്. ഡയറക്ടർ പൃഥ്വിരാജിനെ അഭിമാനിക്കാനുള്ള വക ഈ സിനിമയ്ക്കകത്തുകൊണ്ട്. നല്ല നല്ല സിനിമകൾ, അത് ഇപ്പം നമ്മളൊരു ഹിന്ദി സിനിമയോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സിനിമയോ കാണുന്ന
സമയത്ത് അതിനകത്തൊക്കെ കാണുന്ന അതേ രീതിയിലുള്ള ചില സീനുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ആ ഒരു കാര്യത്തിൽ നമ്മൾ ശരിക്കും അത് പറഞ്ഞേ പറ്റുള്ളൂ. നല്ലൊരു മൂവി തന്നെയാണ്. തിയേറ്ററിൽ പോയി കാണാനുള്ളതുകൊണ്ട്. സോ നിങ്ങളെല്ലാവരും മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ടി വിയിൽ വരുന്ന സമയത്ത് നമുക്കിത് എത്രത്തോളം ആളുകളിലേക്ക് ഡെലിവർ ചെയ്യപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും നഷ്ടബോധം വരത്തില്ല. ഓക്കെ മൂവിയാണ്. ഇനി മ്യൂസിക്കിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്തും അതൊരു എബോവ് ആവറേജ് ലെവലിൽ ലൂസിഫറിലായിരുന്നു സ്റ്റിൽ ബെറ്റർ. എനിക്ക് പേഴ്സണലി ലൂസിഫറിലെ സോങ്ങുകളും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും BGM കാര്യങ്ങളും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിനകത്തേക്ക് വന്നപ്പം എനിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ ആയില്ല. എന്നിരുന്നാൽ പോലും ചില സമയങ്ങളിലൊക്കെ ഓക്കെ, പക്ഷേ എന്നിരുന്നാൽ പോലും ഓവറോൾ നോക്കുന്ന സമയത്ത് എന്നിലെ പ്രേക്ഷകന് അത്ര തൃപ്തികരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലൂസിഫറുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല. എന്നാൽ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു മൂവി തന്നെയാണ് എമ്പുരാൻ. സോ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇനി ഈ സിനിമ കണ്ടപ്പം എന്താണ് നിങ്ങൾക്ക് പേഴ്സണലി തോന്നിയതെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ചില ആളുകളൊക്കെ കമൻറ്റ്സ് നോക്കി സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും റിവ്യൂസിന് പുറമെ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി അത് ഹെൽപ്ഫുൾ ആവും. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്തുക. സോ അപ്പം നമുക്ക് ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതിന് വരെ ടേക്ക് കെയർ, ബൈ.